യാത്രക്കാരെ വലിച്ച് എയർ ഇന്ത്യ. കൊച്ചി ദില്ലി എയർ ഇന്ത്യ യാത്ര മുടങ്ങിയതായി പരാതി. മുന്നറിയിപ്പില്ലാതെ നിശ്ചയിച്ചതിലും നേരത്തെ വിമാനം പുറപ്പെട്ടുവെന്ന് യാത്രക്കാർ പറയുന്നു. സാധാരണ രീതിയിൽ വൈകിയാണ് പുറപ്പെടാറ്. ഇതെന്താ സംഭവിച്ചത്? യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് പകരം മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് നൽകിയിട്ടുണ്ട് എയർ ഇന്ത്യ. വിവരങ്ങളുമായി സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, സാധാരണ മണിക്കൂറുകൾ വൈകലാണ് പതിവ്. ഇതിപ്പോ നിശ്ചയിച്ച സമയത്തിന് മുൻപേ പറഞ്ഞോ? എന്താ സംഭവം? യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടോ സജോ? ഡോക്ടർ അരുൺകുമാർ, ഇങ്ങനെ നിരവധി പരാതികൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അത്തരം ഘട്ടങ്ങളിൽ യാത്രക്കാരുടെ സംതൃപ്തി അല്ലെങ്കിൽ അവരുടെ താല്പര്യം പരിഗണിക്കും വിധമുള്ള സേവനങ്ങൾ നൽകുക എന്നത് ഒരു യാത്രാ വിമാന കമ്പനിയെ സംബന്ധിച്ച് പ്രധാനമാണല്ലോ. ഇപ്പോൾ പലതരം പരാതികൾ ഉണ്ടാകുന്നു. ഇവിടെ 4 യാത്രക്കാരാണ് അല്ലെങ്കിൽ 5 യാത്രക്കാരാണ് പരാതി ഉന്നയിച്ചത്. ഒരാൾക്ക് ചെക്ക് ഇൻ സാധ്യമായിരുന്നു, 4 യാത്രക്കാർക്ക് ചെക്ക് ഇൻ സാധ്യമായില്ല. അവരാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. അതായത് മതിയായ സമയം ഉണ്ടായിട്ടും ചെക്ക് ഇൻ അനുവദിച്ചില്ല എന്താണ്. അതായത് നിശ്ചയിച്ച സമയം, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അതിൽ മാറ്റം ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് ലഭിക്കേണ്ടതാണ്. അങ്ങനെയാണ് അവർ പരാതിയിൽ പറയുന്നത്. അതായത് മതിയായ സമയമുണ്ട്, അങ്ങനെ വരുമ്പോൾ ഗുഡ് മോർണിംഗ് റോയി, എന്താ സംഭവിച്ചത്? എത്ര മണിക്കാണ് ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ടൈം? എപ്പോഴായിരുന്നു? നേരത്തെ പോയോ ഫ്ലൈറ്റ്? ശ്രീ റോയി, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം റോയി. ഓ, പറഞ്ഞോളൂ. രാവിലെ 5:30 നമുക്കിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. കൊച്ചി ടു ദില്ലി. കൊച്ചി ടു ഡൽഹി 5:20 നമുക്ക് ഫ്ലൈറ്റിന്റെ ഓൺ ടൈം നമുക്ക് തന്നിരുന്നത്. നമ്മളത് പ്രകാരം നമ്മൾ എയർപോർട്ടിൽ എത്തി. പക്ഷെ നമുക്ക് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ ഓൾറെഡി നമ്മൾ റീച്ച് ആയിരുന്നു. 5:20 ഫ്ലൈറ്റ് ടൈം പറഞ്ഞതിന് നമ്മൾ 4:34 നമ്മൾ ഓൾറെഡി എയർപോർട്ടിനകത്തുണ്ട്. പറഞ്ഞത് പൈലറ്റ് നേരത്തെ ഫയൽ ക്ലോസ് ചെയ്തതിനാല് ഫ്ലൈറ്റ് അരമണിക്കൂർ മുന്നേ പുറപ്പെടും എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമുക്കത് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. ശരി, 5:20 പോകേണ്ട ഫ്ലൈറ്റ് 5 മണിക്ക് മുമ്പ് പോയോ? 5:20 ഫ്ലൈറ്റിന്റെ ഓൺ ടൈം ആയിരുന്നത്. ഞങ്ങൾ 4:34 നമ്മൾ ഓൾറെഡി എയർപോർട്ടിൽ നമ്മൾ എൻട്രി ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ എയർപോർട്ടിന്റെ നമ്മുടെ എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞത് ഓൾറെഡി അരമണിക്കൂർ മുന്നേ പൈലറ്റ് ഫയൽ ക്ലോസ് ചെയ്തതിനാല് ഇനി നമ്മുടെ ലഗേജ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തതെന്ന്. ഫ്ലൈറ്റ് പിന്നെ എപ്പോഴാണ് പോയത്? 5:20 പോയോ അതോ അതിന് മുമ്പ് പോയോ? മുന്നേ ഫ്ലൈറ്റ് പോയി അവിടെ നിന്ന്. നേരത്തെ നിശ്ചയിച്ച സമയത്തിന്. അതിനുശേഷം ടിക്കറ്റ് വേറെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നോ? നമുക്ക് വേറെ ടിക്കറ്റ് നമ്മൾ ചോദിച്ചു, കോമ്പൻസേഷൻ ചോദിച്ചു, നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരുമെന്ന് ചോദിച്ചു. നമുക്ക് തന്നില്ല. എന്നിട്ട് നമുക്ക് പോകേണ്ടത് അർജന്റ് ആയതുകൊണ്ട് നമ്മൾ എഗെയിൻ ടിക്കറ്റ് എടുത്തു തന്നു. അപ്പൊ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നത് ലേഡീസ് ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ ശേഷം നമ്മൾ 5 ടിക്കറ്റ് നമുക്ക് ഓൾറെഡി അവൈലബിലിറ്റി കണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടും എയർ ഇന്ത്യ പിന്നെ നമ്മളോട് എഗെയിൻ ചെയ്ത് ഇത് വെച്ചാൽ 2 ടിക്കറ്റ് 11:30 ഫ്ലൈറ്റിനും ബാക്കിത്തെ 3 ടിക്കറ്റ് 1:30 ഫ്ലൈറ്റിനുമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തന്നു. നമുക്ക് ഓൺലൈനിൽ കാണിച്ചിരുന്ന 5 ടിക്കറ്റ് അവൈലബിലിറ്റി കാണിച്ചിരുന്നു. പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നു. പേയ്മെന്റ് അപ്പൊ കോമ്പൻസേഷൻ തന്നില്ല? ഇല്ല, കോമ്പൻസേഷനും തന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെ നമ്മളെ ഫ്ലൈറ്റിൽ പോകാൻ അനുവദിച്ചിട്ടുമില്ല. രണ്ടാമത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് 2 ഫ്ലൈറ്റിലായിട്ട് നമുക്ക് ടിക്കറ്റ് അവർ തന്നിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ കാണിച്ചിരിക്കുന്നത് ഒരേ ഫ്ലൈറ്റിൽ 5 ടിക്കറ്റ് അവൈലബിലിറ്റി കാണിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് കോമ്പൻസേഷൻ മറ്റൊരു ടിക്കറ്റ് മാറ്റി തന്നിട്ടെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതും തന്നിട്ടില്ല. ചോദിച്ചിട്ട് നമുക്ക് അതും തന്നില്ല അവര്. വളരെ മോശമായി പോയി. ഏതായാലും താങ്ക് യു റോയി. ഭയങ്കര റൂഡായിട്ട് നമ്മോട് സംസാരിച്ചത്. മനസ്സിലായി. അത് എയർ ഇന്ത്യയുടെ പരാതികൾ പലതും ഇങ്ങനെ വരുന്നുണ്ട്. സാധാരണ വൈകി പോവാറുണ്ട്, പുറപ്പെട്ടിട്ടില്ല എന്ന വാർത്തയാണ് നമ്മൾ കൊടുക്കുക. ഇത് അരമണിക്കൂർ മുമ്പേ മുന്നെയാണ്. മനസ്സിലായി. തീർച്ചയായിട്ടും റോയി, താങ്ക് യു. സജോയാണ് നമുക്കിപ്പം ചേർന്നത്. എയർ ഇന്ത്യയുടെ ഒരു വിമാനം നേരത്തെ പറന്നു എന്നാണ് ഒരു യാത്രക്കാരൻ്റെ പരാതി. മാനേജ്മെൻറ്റ് വളരെ മോശമായിട്ടാണ് അവിടെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫ് കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നു. മാത്രമല്ല അവർക്ക് കോമ്പൻസേഷനും കൊടുത്തിട്ടില്ലത്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണ്ടേ? ഒന്നുകിൽ വൈകി അല്ലെങ്കിൽ നേരത്തെ കൃത്യസമയത്ത് പുറപ്പെടില്ലേ?